ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 വിഷു ഫലത്തെക്കുറിച്ചാണ്. 2025 ഏപ്രിൽ മാസം 14-ാം തീയതി വെളുപ്പിന് 3:21 മേടം രാശിയിലേക്ക് ആദിത്യൻ സംക്രമിക്കുന്നു. ആദിത്യൻ മേടം രാശിയിലേക്ക് സംക്രമിക്കുന്ന സമയത്തെ അടിസ്ഥാനമാക്കിയാണ് വിഷുഫലം പറയുന്നത്. ഇന്ന് മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി, 4-ാം പാദം, ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. പല വിധത്തിലുള്ള ജ്യോതിഷ പന്തികളൊക്കെ കേൾക്കുന്ന ആൾക്കാർ മീനം രാശിക്കാർക്ക് അതീവ ദുഃഖവും ദുരിതവും ക്ലേശവും ഒക്കെ വരാൻ പോകുന്നു എന്ന് ഒരു ഭയത്തോടുകൂടി അല്ലെങ്കിൽ ഭീഷണിയോടുകൂടി ദുഃഖത്തോടുകൂടി ദുരിതത്തോടുകൂടിയൊക്കെ മനസ്സ് ഇപ്പോഴേ തയ്യാറെടുത്തിരിക്കുന്ന ധാരാളം ആൾക്കാർ ഉണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ചില കാര്യങ്ങളാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ജ്യോതിഷ കാര്യത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഗ്രഹമാണ് ആദിത്യൻ. ആദിത്യൻ്റെ ഏറ്റവും ബലമുള്ള രാശിയാണ് മേടം രാശി, അതായത് ഉച്ചരാശി. ഓരോ ഗ്രഹത്തിനും തൻ്റെ ഉച്ചക്ഷേത്രം, മൂലക്ഷേത്രം, ബന്ധുക്ഷേത്രം, സമക്ഷേത്രം, ശത്രുക്ഷേത്രം, നീചക്ഷേത്രം എന്നൊക്കെ ഉണ്ട്. അതിൽ ഏറ്റവും ബലമുള്ളതാണ് ഉച്ചക്ഷേത്രം. ഉച്ചക്ഷേത്രമായ മേടം രാശിയിലേക്ക് ആദിത്യൻ പ്രവേശിക്കുന്ന സമയത്തെ അടിസ്ഥാനമാക്കി മീനം രാശിക്കാരുടെ ഫലം പറയുമ്പോൾ ഒരു വർഷത്തേന് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഒരു വ്യക്തി ഒരു ഗൃഹത്തിൽ ഒരു 1-ാം തീയതി കയറിയെന്നിരിക്കട്ടെ, അപ്പോൾ നമ്മൾ ദശാകാലമോ മറ്റ് ഗ്രഹങ്ങളോ ഗ്രഹനിലയോ ഗോചരഫലമോ ഒന്നും വെച്ചുകൊണ്ടല്ല ആ 1-ാം തീയതി ഫലം പറയുന്നത്. അത് ചില സാഹചര്യം അങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് ചില ആൾക്കാരിൽ നിന്ന് കൈനീട്ടം കിട്ടിയ ചില സമയത്ത് ചിലത് ആരംഭിച്ചാൽ വിജയം വന്നു ചേരും. ദോഷ സമയമാണെങ്കിൽ നല്ല സമയത്ത് ആരംഭിച്ചു, വിജയിച്ചു, അത്രേ പറയാൻ പറ്റൂ. അതുകൊണ്ട് മീനം രാശിക്കാർക്ക് ഈ വിഷുവിന് ശേഷം അപ്രതീക്ഷിതമായ നേട്ടങ്ങളും വിജയങ്ങളും വന്നു ചേരും. കഷ്ടതകളിൽ നിന്ന് മോചനം ലഭിക്കും. അധിക കഷ്ടതയൊന്നും വന്നു പെടാതെ കാത്തുകൊള്ളും. അത് രോഗാദി ദുരിതങ്ങളിൽ നിന്നും ആയുർദോഷങ്ങളിൽ നിന്നാണെങ്കിലും ഒക്കെ സംരക്ഷണം കിട്ടുന്ന ഒരു രീതിയാണ് ഈ വിഷുഫലം കൊണ്ട് കാണുന്നത്. അത് എന്തായാലും 2025-ൽ 24-ൽ അനുഭവിച്ചതിനേക്കാളും വളരെ സന്തോഷം വന്നു ചേരും. 2024 പല ആൾക്കാരും പറയുന്നത് അധിക ദുരിതങ്ങളൊക്കെ ഉണ്ടായിരുന്നതായിട്ടാണ്. എന്നാൽ 2025-ൽ ആ ദുരിതങ്ങളെല്ലാം മാറി, കഷ്ടതകളെല്ലാം മാറി സന്തോഷത്തോടുകൂടി ജീവിക്കുവാൻ പറ്റും, ആരോഗ്യം മെച്ചപ്പെടും എന്ന് 100% ഞാൻ ഉറപ്പു തരും. അതിൻ്റെ പ്രധാന കാരണം മീനം രാശിയിൽ ശനിയും, അത് ബന്ധുക്ഷേത്രമാണ്. ഇടവം രാശിയിൽ വ്യാഴവും നിൽക്കെ ആണല്ലോ ധനസ്ഥാനത്ത് സർവേശ്വരകാരകനായ വ്യാഴം നിൽക്കെയാണ്, അല്ലെങ്കിൽ ധനസ്ഥാനാധിപൻ ഉച്ചരാശിയിൽ നിൽക്കുകയാണ് ഈ പ്രാവശ്യത്തെ ആ വിഷു നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ ആരോഗ്യം മെച്ചപ്പെടും, തൊഴിൽപരമായ പുരോഗതി ഉറപ്പായും ലഭിക്കും. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം, ദമ്പതികളായിട്ടുള്ളവർ ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ശാരീരിക ബുദ്ധിമുട്ടുകളും മാനസിക ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിരുന്നവർ കേസുമൊക്കെ ആയിട്ട് പോലീസ് സ്റ്റേഷൻ കയറുകയും കോടതി കയറുകയും ചെയ്തിരിക്കുന്നവരാണെങ്കിൽ പോലും അതിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് സന്തോഷകരമായിട്ടും ഐക്യത്തോടു കൂടിയും ജീവിക്കുവാൻ വേണ്ട ഘടകങ്ങൾ ഈ വിഷുവിന് ശേഷം മീനം രാശിക്കാരായിരുന്ന പൂരിട്ടാതി, 4-ാം പാദം, ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.
ഉത്തമ ഗൃഹം വന്നു ചേരുന്നതിനോ ഉത്തമ വാഹനം വന്നു ചേരുന്നതിനോ ഉള്ള ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ പ്രവർത്തനം നിലച്ചുപോയ ഒരു തൊഴിൽ വീണ്ടും പുനരാരംഭിക്കുന്നതിനോ പുതിയ തൊഴിൽ കണ്ടെത്തുന്നതിനും ഒക്കെ ഭാഗ്യം വന്നു ചേരും. നഷ്ടപ്പെട്ട ഗൃഹവും ഭൂമിയും ഒക്കെ തിരിച്ചു പിടിക്കുവാൻ സാധിക്കും. കടങ്ങൾ വീടുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ വളരെ നല്ലതാണ്. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ച് തടസ്സപ്പെട്ട് കിടന്ന ദീർഘനാളുകളായിട്ടൊന്നും നടക്കാതെ തടസ്സപ്പെട്ട് കിടന്നിരുന്നവർക്ക് ഒരു പുതിയ വെളിച്ചം കാണുന്നത് പോലെ, ഇരുട്ടിൽ നിൽക്കുമ്പോൾ ഒരു വെളിച്ചം കാണുന്നത് പോലെ സ്വന്തം നാട് വിട്ടുപോയി വിദ്യാഭ്യാസം ചെയ്യുന്നതിനും തൊഴിൽ ചെയ്യുന്നതിനുമൊക്കെ അവസരങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. അത് കൃഷിക്കാരായാലും മറ്റ് വാഹനവുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നവരായാലും വലിയ വലിയ ട്രാൻസ്പോർട്ടിംഗ് കമ്പനികൾ നടത്തുന്ന അവിടെ ജോലി ചെയ്യുന്നവരായാലും അതുപോലെ മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവുമായി ബന്ധപ്പെട്ട് തീരദേശത്തൊക്കെ ഉള്ളവർ ധാരാളമുണ്ടല്ലോ. അവർക്കുമൊക്കെ അഭിവൃദ്ധിയുടെ ഒരു വർഷമാണ് വിഷുവിന് ശേഷം വന്നു ചേരുക. പ്രധാന ഘടകം അധിക രോഗാവസ്ഥകൾ സൂചകമല്ല, സാമ്പത്തിക നഷ്ടങ്ങളും സൂചകമല്ല. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും. സുഹൃത്തുക്കളുടെയും സഹോദരസ്ഥാനീയരുടെയും സഹായം കിട്ടും. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൽ നിന്നൊരു ആനുകൂല്യം കിട്ടുവാൻ, സാമ്പത്തിക സഹായം കിട്ടുവാൻ, നേരത്തെ ഉള്ള ഒരു ഓർഡർ നടപ്പിൽ വരുത്തുക മൂലം ശമ്പള പരിഷ്കരണം വന്നു ചേരുക, സാമ്പത്തിക ലാഭം വന്നു ചേരുക, അതിനൊക്കെ ഈ വിഷുവിന് ശേഷം യോഗമുണ്ട്. മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും അതല്ല IT മേഖലകളിൽ ഇൻഫർമേഷൻ ടെക്നോളജി വിവിധ വിഭാഗങ്ങളുണ്ട്, ഘടകങ്ങളുണ്ട്. അവർക്കൊക്കെ ഹാർഡ്വെയർ വിഭാഗത്തിലായാലും സോഫ്റ്റ്വെയർ വിഭാഗത്തിലായാലും ഒക്കെ ജോലി ചെയ്യുന്നവർക്കും, ഇനി അധിക വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ചെറിയ ചെറിയ തൊഴിലുകൾ ചെയ്യുന്നവർ, ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്നവരായാലും കലാകാരന്മാരായാലും ഒരു ഹോം നേഴ്സായിട്ടുള്ളവരായാലും അവർക്കൊക്കെ അവരവരുടേതായ അറിവിൻ്റെയും കഴിവിൻ്റെയും ആഗ്രഹത്തിൻ്റെയും അനുസരിച്ച് നല്ല അനുഭവങ്ങളും ഒക്കെ വന്നു ചേരുക തന്നെ ചെയ്യും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. ഐശ്വര്യ സമ്പൂർണവും സമ്പൽ സമൃദ്ധവുമായ വിഷു ആശംസകൾ.